നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് സൂപ്പർ താരം ലയണൽ മെസ്സിയെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി സ്വന്തമാക്കിയത്. അതിനുശേഷം സെർജിയോ ബുസ്കറ്റ്സ്, ജോർദി ആൽബ എന്നിവരെ അവർ കൊണ്ടുവന്നു. ഏറ്റവും ഒടുവിൽ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് ലൂയിസ് സുവാരസിനെ കൂടി ഇന്റർ മയാമി സ്വന്തമാക്കിയത്. ഈ ഒരു സൂപ്പർ താരങ്ങളുടെ വരവ് അമേരിക്കൻ ഫുട്ബോളിന്റെ തലവര തന്നെ മാറ്റിമറിച്ചു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അമേരിക്കൻ ഫുട്ബോൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ആപ്പിൾ ടിവിക്ക് വലിയ വളർച്ചയാണ് ഇക്കാരണം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ അവർക്ക് ഇക്കാര്യം കൊണ്ട് ലഭിച്ചിരുന്നു. അവരുടെ വരുമാനത്തിൽ വൻ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ ആപ്പിൾ ടിവിയുടെ തലവനായ എഡ്ഡി ക്യൂ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. MLS മറ്റു ക്ലബ്ബുകളോടാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എഡ്ഡിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മറ്റുള്ള ടീമുകളും മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് തീർച്ചയായും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. തീർച്ചയായും ഇന്റർ മയാമി ചെയ്ത കാര്യങ്ങൾ അവർക്ക് ഒരു ഉദാഹരണമാണ്. പക്ഷെ ബാക്കിയുള്ള ടീമുകൾ കൂടി അത്തരത്തിലുള്ള താരങ്ങളെ എന്ത് വില കൊടുത്തും ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. മറ്റുള്ള ടീമുകളിൽ നിന്നും എനിക്ക് ആകെ വേണ്ടത് മയാമിയിൽ ഉള്ളത് പോലെയുള്ള താരങ്ങളെ കൊണ്ടുവരിക എന്നതാണ്. ലയണൽ മെസ്സി വന്നത് കൊണ്ട് തന്നെ സൗത്ത് അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ഒരുപാട് ഫുട്ബോൾ ആരാധകർ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായി മാറിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ക്യൂ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ലീഗുകളിൽ ഒന്നായി മാറാൻ അമേരിക്കൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്റർ മയാമിയുടെ മത്സരങ്ങൾക്ക് ഇപ്പോൾ ആരാധകർ ഏറെയാണ്. നമുക്കറിയാം, MLS ആദ്യ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങാൻ ഇപ്പോൾ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. റിയൽ സോൾട്ട് ലേക്കിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് ഇന്റർ മയാമി പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും മത്സരത്തിൽ ഓരോ അസിസ്റ്റുകൾ വീതം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.